ശ്രീ എൻ ശ്രീകുമാർ, മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് നിശ്ചയിക്കാൻ സമുദായ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കോൺഗ്രസിന് അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുള്ള ശീലമുണ്ടോ? ഇപ്പോൾ ചെന്നിത്തലയുടെ പേര് NSSഉം അതോടൊപ്പം തന്നെ SNDP യോഗവും ഒരുമിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക? സ്മൃതി, ഒന്നാമത്തെ കാര്യം NSS SNDPയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. NSS സുകുമാരൻ നായരും വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, ഞാൻ പറയാം. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പിണക്കം ഞാൻ ചരിത്രം പറയുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ ഈ പിണക്കം തീർക്കാനായിട്ട് ശ്രമം നടത്തി. ആ ശ്രമത്തിന്റെ വലിയ വിജയമാണ് ഇപ്പോൾ ഉള്ള ഈ ക്ഷണത്തിന്റെ ഭാഗം. രമേശ് ചെന്നിത്തലയും സുകുമാരൻ അല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം NSSുമായി ബന്ധപ്പെട്ടവരാണ്, തീർച്ചയായിട്ടും NSSുമായി ബന്ധപ്പെട്ടവരാണ്, സുഹൃത്തുക്കളാണ്. അല്ലാണ്ട് അതിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സമുദായ ചിന്തയൊന്നുമില്ല. ആ ഒരു പിണക്കം തീർക്കണം എന്നതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ കണ്ടു, അങ്ങനെയാണ് അത് ഒരു തീരുമാനമായത്. അതിൽ ഞാൻ സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഈ ചർച്ചയിൽ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ 6 മാസം മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാൻ വന്നിരുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് ശശി തരൂര മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത്. കാരണം അന്ന് NSS ശശി തരൂരിനെ പുകഴ്ത്തിയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി, ഈ രണ്ടുപേരെ ഒഴിവാക്കി. ഇപ്പൊ ചെന്നിത്തലയാണ്. നോക്കൂ സ്മൃതി, 1.5 വർഷം കിടപ്പുണ്ട് ഈ ഇലക്ഷൻ നടത്താനായിട്ട്. 1.5 വർഷത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്തൊക്കെ മാറ്റി മറിക്കപ്പെടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സതീശനോടുള്ള വിരോധം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതായത് NSSന്റെ സതീശനോട് NSSന് പിണക്കമെന്ന് നിങ്ങൾ പറയുന്നത് തീർക്കാനൊക്കെ ഇതുപോലെ സുഹൃത്തുക്കൾ ഇറങ്ങിയാൽ മതി. കോൺഗ്രസിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. എന്താണ് രാഷ്ട്രീയം എന്ന് വെച്ചാല്, NSSന്റെ ഒരു മതേതര സ്വഭാവമുണ്ട്. ഞാൻ സംശയമില്ലല്ലോ മതേതര സ്വഭാവത്തെ കുറിച്ച്. അത് ഞാൻ പറയുന്നില്ല. ഞാനത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് തോമസ് അദ്ദേഹം പറഞ്ഞ എന്താ അറിയാവോ? വർഗീയതയെ പടിയടച്ച് പുറത്താക്കിയ നേതാവാണ് സുകുമാരൻ നായർ. അതിലും കൂടുതൽ വിശേഷണമൊന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു CPM നേതാവ് പറഞ്ഞ ഒരു മതേതര പാർട്ടിയാണ് NSS. ആ NSSൽ നിന്നും NSSനെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇതെങ്ങോട്ടാണ് ഇവരുടെ ചിന്ത? BJPക്കൊപ്പമാണോ, അതോ കോൺഗ്രസിനൊപ്പമാണോ, അതോ CPMനൊപ്പമാണോ? ഈ സമദൂരം പറഞ്ഞിട്ട് ആ രീതിയിലൊരു മാറ്റം വരുന്നില്ലല്ലോ, ചില സ്ഥലത്ത് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്ത വന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടെയാണ് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു സൂചനയാണിത്. സംശയം വേണ്ട. കാരണം NSSന്റെ ചരിത്രം പരിശോധിച്ചാൽ, മന്നത്ത് പത്മനാഭൻ എന്ന കോൺഗ്രസ്സുകാരൻ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ NSS രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് കരുണാകരന്റെ താല്പര്യപ്രകാരമാണല്ലോ. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ, ഞാൻ അവസാനത്തെ മാത്രം ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മോഹൻകുമാറിന് പരസ്യ പിന്തുണ കൊടുത്ത NSSന്റെ നീക്കം. അതിനുശേഷം സമുദ്രമാണെങ്കിലും ആ സമുദ്രത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അങ്ങനെ NSSന്റെ ഈ താല്പര്യം, അതായത് അത് UDFനൊപ്പമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPയിലേക്ക് NSSന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ BJPയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ NSSന്റെ താല്പര്യം ഇപ്പുറത്താണ് എന്ന് കാണിക്കേണ്ട ഒരു ബാധ്യത ജനറൽ സെക്രട്ടറിക്കുണ്ട്. കാരണം NSS എന്ന ആ പ്രസ്ഥാനത്തിന്റെ മതേതര മുഖം എന്ന് പറയുമ്പോൾ വർഗീയ പ്രസ്ഥാനം അല്ലല്ലോ NSS. BJPക്കും RSSനും എതിരെ NSS പറഞ്ഞ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ താല്പര്യം UDFലെ കോൺഗ്രസിനോടാണെന്ന് വ്യക്തമാക്കും. ശരി, BJP അകറ്റി നിർത്തുന്നു എന്നതിനപ്പുറം NSS അങ്ങനെ ഒരു മതേതര മുഖം എല്ലാ തവണയും കാണിക്കുന്നു എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാമോ ശ്രീകുമാർ? ഈ 5ാം മന്ത്രി സ്ഥാനത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പരസ്യമായ പ്രതികരണം, നമ്മൾ ഭൂരിപക്ഷം അവിടെ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. സംഘടനാപരമായ താല്പര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ മന്നത്ത് പത്മനാഭനല്ലേ വിമോചന സമരം നയിച്ചിട്ട് കേരള കോൺഗ്രസ് ജന്മം കൊണ്ടപ്പോൾ അതിനെ സഹായിച്ചത്. അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പൊ കിടങ്ങൂർ ഗോപാലകൃഷ്ണ ഉള്ള സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായത് എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനെ ഭരിക്കുന്ന കാലത്തല്ലേ? അതൊക്കെ പോട്ടെ. SNDPയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. SNDPയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ KPCC പ്രസിഡന്റ് ആയിരുന്ന KK വിശ്വനാഥൻ?
SNDPയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? കോൺഗ്രസിന്റെ നാട്ടികയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ രാഹുലൻ. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ NSSഉം SNDPയും ഒക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനിടയ്ക്കാണ് സ്മൃതി ഒരു ചോദ്യം ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് വേറെ സുഹൃത്ത് ഒരു ചാനലിൽ പറഞ്ഞു കേട്ടതാണ്, വൈക്കത്തെ ആ ഒരു പദയാത്ര SNDPയുടെ ആണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. എനിക്കറിയില്ല SNDPയുടെ ആണോ എന്തായാലും ആണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് വെള്ളാപ്പള്ളിയാണ്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അതിനുശേഷം വന്നിട്ടുണ്ട്. VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും യോഗ്യൻ ചെന്നിത്തലയാണല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ വാചകങ്ങൾ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാവാണ് ചെന്നിത്തല. SNDPയും രമേശും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധം. NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രതികരണം. അല്ല, ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളിക്ക് VD സതീശനോടുള്ള വിദ്വേഷം, രാഷ്ട്രീയ വിദ്വേഷം നമുക്ക് അറിയുന്ന കാര്യമല്ലേ? NSSനോ? വെള്ളാപ്പള്ളിയെ കിട്ടിയ അവസരത്തിൽ NSS ആ ക്ഷണം കിട്ടിയ അവസരത്തിൽ NSSന് ഇല്ലല്ലോ. NSSന് ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പൊ ക്ഷണിക്കില്ലല്ലോ. നാളെ VD സതീശനെ ക്ഷണിക്കുമല്ലോ. എന്താ സംശയം? ശശി തരൂരിന്റെ കാലത്തോട്ട് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇതൊന്നും ചർച്ച ചെയ്യാം. പക്ഷെ അതേ പറഞ്ഞ 1.5 വർഷമുണ്ട്. VD സതീശൻ എന്താ ഒരു തെറ്റും ചെയ്തിട്ടില്ല. VD സതീശൻ എതിര് പറഞ്ഞിട്ടില്ല. VD സതീശൻ ഈ വേറെ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കൂ, NSSനോടും സമുദായ സംഘടനകളോടും കോൺഗ്രസ് എതിർത്ത് പറയാറില്ല. കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം, എല്ലാ കാലത്തും പറയും. ഇപ്പൊ സമുദായ സംഘടനകളുടെ പടിവാതിൽക്കൽ പോയി നിൽക്കില്ല എന്നുള്ളത് പരസ്യ നിലപാടാണ് VD സതീശന്റേത്. ആ നിലപാട് NSSനെ നേരത്തെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. അത് പലതവണ അതിന്റെ സൂചനകൾ നേരത്തെ ലഭിച്ചിട്ടുമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെന്നിത്തല സ്വീകാരനാവുകയും അപ്പുറത്ത് VD സതീശൻ അസ്വീകാരനാവുകയും ചെയ്യുമ്പോഴാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന സംശയം ഉയരുന്നത്. ശ്രീകുമാർ, നമ്മളിത് ചർച്ച ചെയ്യുന്ന പോലും അതുകൊണ്ടാണല്ലോ. അല്ല, അത് ഞാൻ അതാ പറഞ്ഞേ, ചർച്ച ചെയ്തോളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് NSS കൂടുതൽ താല്പര്യം കാണിക്കുന്നത് VD സതീശനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാനാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. കാരണം മുഖ്യമന്ത്രി ആകാൻ രമേശും VD സതീശനും ഒക്കെ യോഗ്യന്മാരാണല്ലോ. അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ തീരുമാനിക്കുക. കഴിഞ്ഞ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞു കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ആയില്ലല്ലോ ഒരു ഘട്ടത്തില്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കോൺഗ്രസിന്റെ ഇപ്പൊ NSSന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ആകുമായിരുന്നല്ലോ. NSSന്റെ താല്പര്യമായിരുന്നു. അവിടെ MLA-മാരല്ലേ തീരുമാനിച്ച സതീശൻ വരട്ടെന്ന്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ സ്മൃതി നമ്മൾ അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളതൊക്കെ 1.5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് ഈ 2 സമുദായ സംഘടനകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു സന്ദേശം കൂടി ആയിട്ട് കണക്കാക്കാം. 2-3 കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.